മരിച്ചാൽ സ്ത്രീ പറയാണ് ഞങ്ങൾക്കിനി ആരാണോ. പെണ്ണെ, നിങ്ങൾക്ക് മക്കളുണ്ട്, ആങ്ങളമാരുണ്ട്, ബാപ്പണ്ട്, ഉമ്മണ്ട്, അമ്മോശനുണ്ട്, അമ്മായിണ്ട്, നാട്ടുകാരുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കണം. ഏതൊരു ഭാര്യയും ഭർത്താവ് മരിച്ച് 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ അണിഞ്ഞൊരുങ്ങണം. സഹാബി വനിതകൾ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. കല്യാണത്തിന്റെ ആവശ്യമുണ്ട്, കഴിക്കണം. എന്നാൽ മരിച്ച ആളുണ്ടല്ലോ, അയാൾക്ക് ഇനി കല്യാണം കഴിക്കാൻ പറ്റൂല. അയാളുടെ വാപ്പിമ്മയില്ല, അയാളുടെ മക്കളില്ല. അപ്പോൾ ഞങ്ങൾക്കിനി ആരാണോ എന്ന ചോദ്യം പെണ്ണെ മതിയാക്കുക. അദ്ദേഹത്തിന് ഇനി ആരാണെന്ന് ചോദിക്കൂ. മക്കള് പറയാണ് ഞങ്ങൾക്കിനി ആരാ, ബാപ്പ പോയില്ലേ. മക്കളെ, നിങ്ങൾ പറയേണ്ടത് ബാപ്പാക്കിനി ആരാണ്. മക്കളായ ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ബാപ്പയുടെ അനുജനെ വിളിക്കാം, ജ്യേഷ്ഠനെ വിളിക്കാം, മൂത്ത ജ്യേഷ്ഠനോട് പറയാം ഇനി ഗൾഫ് മതിയാക്കി വീട്ടിക്ക് വാ, ഞങ്ങളോട് ഒറ്റക്കാണ്. എന്നാൽ ബാപ്പൊരു ഗൾഫിലേക്കാണ് പോകുന്നത്, ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക്. സുബ്ഹാനല്ലാഹ്. മരിച്ച മനുഷ്യൻ കല്യാണം കഴിക്കുന്ന സമയത്ത് കുളിച്ച് ഡ്രസ്സ് മാറിയ രംഗമുണ്ടല്ലോ, ഡ്രസ്സ് മാറിയ രംഗം. അതേപോലെ ഒരു കുളി നടക്കുന്നുണ്ട്, ഒരു ഡ്രസ്സ് മാറ്റം നടക്കുന്നുണ്ട്. കുളിക്കല്ല, കുളിപ്പിക്കുകയാണ്, കിടത്തുകയാണ്. കുറെ ആൾക്കാർ കുളിപ്പിക്കുകയാണ്. നല്ല പതച്ച ചുടുവെള്ളം അനാവശ്യമായി ഒഴുക്കുകയാണ്. ഏലം കണക്കിന് വെള്ളം, പൊട്ടന്മാര്. കുളിക്കുക എന്നാണ് കുളിപ്പിക്കൽ. എന്താ കുളിപ്പിക്കാൻ എന്താണ്? കുളിക്കലാണ്. കുളിപ്പിക്കാൻ അറിയില്ല. എന്തൊരു വിഡിത്താണ്. കുളിക്കാൻ അറിയില്ലേ? അറിയാ. കുട്ടികളെ കുളിപ്പിക്കാൻ അറിയില്ലേ? അറിയാ. പിന്നെന്താ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്തത്? കുളിക്കലാണ് കുളിപ്പിക്കൽ. മനസ്സിലായില്ലേ? കുളിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്, കുളിക്കലാണ് കുളിപ്പിക്കൽ. ശരി. അപ്പോൾ ഒരു ഡ്രസ്സ് മാറുന്നുണ്ട്, പുതിയാപ്പിള ഡ്രസ്സ് മാറുന്ന പോലെയല്ല. ആളുകൾ കല്യാണത്തിന്റെ അന്നത്തെ പോലെ കൂടിയിട്ടുണ്ട്, പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. പുതിയാപ്പിള മാറിയോ എന്നല്ല, മയ്യത്ത് ഖഫൻ ചെയ്തോ എന്ന് ചോദിക്കുന്നു. നഊദുബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. പിന്നെ യാത്ര ഉണ്ടല്ലോ, ആളുകളെല്ലാം മുന്നിലും പിന്നിലുമായി പുതിയാപ്പിളയുടെ കൂടെ ഒരു പോക്കുണ്ട്. മയ്യത്തും കെട്ടിലുമായി പോകുന്നുണ്ട്. മയ്യത്തും കെട്ടിലുമായുള്ളൊരു പോക്ക്. പുതിയൊരു ഹൗസ് വാമിങ് നടക്കുകയാണ്. എന്തൊരു ആരവമായിരുന്നു, എന്തൊരു തോരണമായിരുന്നു. ഗൾഫിൽ നിന്ന് പണമുണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വീടുണ്ടാക്കിയിട്ട് ആ വീടിന് കുടിയിരിക്കുക എന്ന അനാവശ്യം ചെയ്ത സുഹൃത്തെ, എന്തൊരു ആരവമായിരുന്നു, തോരണമായിരുന്നു. എന്നാൽ പുതിയൊരു ഹൗസ് വാമിങ് നടക്കുകയാണ്. നമ്മുടെ മരണപ്പെട്ട മനുഷ്യൻ ഖബറിലേക്ക് താമസിക്കാൻ വേണ്ടി പോവുകയാണ്. ദീർഘമായ താമസമാണ്. ഒരു മിനിറ്റ് ഒഴിവില്ലാത്തൊരു താമസമാണത്. ഒരു മിനിറ്റ് ഒഴിവില്ലാത്ത താമസമാണ് ഒന്നുകിൽ. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നൗമത്തൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്ന രംഗവുമാണ്. അല്ലെങ്കിലോ ആകപ്പാട കുതൂഹലമാണ്. അടിയുടെ, മർദ്ദനത്തിന്റെ, അക്രമത്തിന്റെ, നരകത്തിന്റെ, ചൂടിന്റെ എല്ലാം അവസ്ഥയാണ് വരാൻ പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് കുറച്ച് ഒരുങ്ങണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞത്. വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല. ആ ഹൗസ് വാമിങ്ങിന് വേണ്ടി, ആ യാത്രക്ക് വേണ്ടി, ആ തുണികുപ്പാൻ മാറ്റലിന് വേണ്ടി, ആ കുളിപ്പിക്കലിന് വേണ്ടി, ആ കുളിക്കലിന് വേണ്ടി ഉള്ള ഒരുക്കമാണ്.